കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും കോശം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നതാണ്. ലോകത്തിലെ സകല ഭുജങ്ങളും താണു പോകുമ്പോൾ ദൈവത്തിൻ്റെ ഭുജം ഉയർന്നിരിക്കുന്നു. ഉന്നതമായ ഭുജത്തിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആരിലും നമ്മുടെ ഭാരങ്ങളെ അറിയാൻ കർത്താവിന് മാത്രമേ പറ്റുള്ളൂ. ഹൃദയത്തിനകത്ത് തിരതള്ളുന്നത് പോലെ ഉള്ള വേദനകൾ നന്നായി അറിയാൻ കഴിവുള്ളത് എൻ്റെ കർത്താവിന് മാത്രമാണ്. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്ന ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടണം. അത്യന്ത ശക്തി, അളവറ്റ വലിപ്പം എന്നൊക്കെ അതിന് പറയുന്നു. ആർക്കും ഈ ശക്തിയെ അളക്കാൻ പറ്റില്ല. ലോകത്തിലെ എല്ലാ ശക്തികൾക്കും അളവുണ്ട്. കുതിരശക്തിക്ക് ഹോഴ്സ് പവർ, അതിന് അളവുണ്ട്. എല്ലാ ശക്തിക്കും അതിൻ്റേതായ പരിമിതികളുണ്ട്. പക്ഷേ പരിശുദ്ധാത്മശക്തിക്ക് അളവില്ലാത്ത ശക്തി. ഇത് നമ്മുടെ മൺകൂടാരങ്ങളിൽ പകർന്ന ദൈവത്തിൻ്റെ മഹാകൃപയോർത്ത് നന്ദിയോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ലജ്ജിക്കപ്പെട്ടില്ല, തലകുനിക്കപ്പെട്ടില്ല, വീണുപോകാനിടയായില്ല. അവർ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. സഹോദരങ്ങളെ, നോക്കേണ്ടവൻ്റെ മുഖത്ത് നോക്കൂ. അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിയൂ. എൻ്റെ കർത്താവ് വാക്കിൽ വിശ്വസ്തൻ, പ്രവൃത്തിയിൽ വലിയവനാണ്. ഇന്നലെ എന്തു പറഞ്ഞോ അതിന്നും അവിടുന്ന് പറയും, നാളെയും അത് തന്നെ പറയും. വാക്ക് മാറ്റില്ല, രണ്ടും മറക്കത്തില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളൊന്നും ദൈവം മറന്നു പോകില്ല. 400 സംവത്സരങ്ങൾക്ക് മുമ്പ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം നമുക്കറിയാം. ജനം പ്രവാസത്തിലേക്ക് പോകുമ്പോൾ അബ്രഹാമിനോട് പറയുകയാണ്, 400 സംവത്സരം കഴിയുമ്പോൾ ഈ ജനത്തെ ഞാൻ പുറത്ത് കൊണ്ടുവരും. മിസ്രയീം അടിമത്തത്തിൽ നിന്ന് ഇവർ പുറത്ത് വരും. 400 സംവത്സരം കഴിഞ്ഞപ്പോൾ ദൈവം ആ വാക്ക് മാറ്റിയോ? നമ്മളൊക്കെ അത് മറന്നുപോയി കാണാം. അബ്രഹാം മറന്നേക്കാം, പക്ഷെ വാക്ക് പറഞ്ഞ ദൈവം അത് മറന്നിട്ടില്ല. ദൈവം 400 സംവത്സരം കഴിഞ്ഞപ്പോൾ ആ വാക്ക് പാലിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവർ നിലവിളി ഞാൻ കേട്ടു, സങ്കടം അറിഞ്ഞു എന്ന് പറഞ്ഞ് അവിടുന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി വന്നിരിക്കുക. എന്തിനാണെന്നറിയാമോ? എൻ്റെ ജനത്തെ എനിക്ക് പുറപ്പെടുവിക്കണം. ഞാൻ 400 വർഷത്തിന് മുമ്പ് പറഞ്ഞ വാഗ്ദത്തം ഇവരുടെ മേൽ നിറവേറ്റണം. അതിന് സമയമായി. പ്രിയ സഹോദരങ്ങളെ, വർഷങ്ങൾക്കും മാസങ്ങൾക്കും മുമ്പ് കേട്ട ദൈവശബ്ദം ഇനി നടക്കുമോ? സാധ്യതയുണ്ടോ? അത് മറന്നോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിലില്ല. റൈറ്റ് ടൈം ആകുമ്പോൾ, സമയം കഴിഞ്ഞിട്ട് ദൈവം എങ്ങും ചെയ്യത്തില്ല, സമയത്തിന് മുമ്പും ചെയ്യത്തില്ല. സമയമാകുമ്പോൾ, റൈറ്റ് ടൈം ആകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടല്ല, നമ്മൾ പറയാതെ ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. വിശ്വസിക്കുന്നവർ ആത്മാവിൽ സ്തോത്രം ചെയ്യുക. ധൈര്യത്തോടെ പറയുക, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, ഞാൻ വിശ്വാസത്താൽ നടക്കും, വിശ്വാസത്താൽ മൂവ് ചെയ്യും. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നോക്കി ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ഒരു ശക്തികൾക്ക് ഞങ്ങളെ കീഴ്പ്പെടുത്താനോ തടസ്സം സൃഷ്ടിക്കാനോ കഴിയില്ല. എൻ്റെ ദൈവത്താൽ ഈ മതിൽ ചാടിക്കടക്കുവാൻ ഏത് പടക്കൂട്ടങ്ങൾ വന്നാലും പടയാളികൾ വന്നാലും എൻ്റെ ദൈവത്താൽ ഈ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലാൻ ഒരഭിഷേകം ഇന്ന് പകലിലും തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം കൈമാറുകയാണ്.
യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ പറ, ഞങ്ങൾ ഓടിപ്പോകുകയില്ല, ഞങ്ങൾ പുറകോട്ട് പോകില്ല, ഞങ്ങൾ പിന്തിരികയില്ല, ഞങ്ങൾ ലജ്ജിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. ആവർത്തിച്ച് പറ, ഞങ്ങൾ മുമ്പോട്ട് തന്നെ പോകും. എൻ്റെ ദൈവത്തിൻ്റെ കരത്തിൻ്റെ പ്രവൃത്തി എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ആമേൻ ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തൻ്റെ ജനം തയ്യാറാകട്ടെ. യെശയ്യാപ്രവചനം 51:6 നിങ്ങളുടെ കണ്ണാകാശത്തിലേക്ക് ഉയർത്തുവീൻ, താഴെ ഭൂമിയെ നോക്കുവീൻ. ആകാശം പുക പോലെ പോകും, ഭൂമി വസ്ത്രം പോലെ പഴകും, അതിലെ നിവാസികൾ കൊതുപോലെ ചത്തുപോകും. എന്നാൽ എൻ്റെ രക്ഷ എന്നേക്കും ഇരിക്കും, എൻ്റെ നീതിക്ക് നീക്കം വരികയില്ല. അടുത്ത വാക്യം കൂടെ ശ്രദ്ധിക്കൂ. നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എൻ്റെ ന്യായപ്രമാണമുള്ള ജനവും ആയുള്ളവരെ, എൻ്റെ വാക്കുകൾ കേൾപ്പീൻ. നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും അരുത്. നീതിയെ പിന്തുടരുന്നവർ, യഹോവയെ അന്വേഷിക്കുന്നവർ ആയുള്ളവർ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കണം. ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാത്ത ഒരു സമൂഹം ഭൂമിയിലുള്ളപ്പോൾ വിശുദ്ധന്മാരോട് പറയുന്നു, നിങ്ങൾ മുകളിലോട്ട് കണ്ണുകൾ ഉയർത്തണം. സൃഷ്ടിച്ച ഒരു ദൈവം, സൃഷ്ടിതാവായൊരു ദൈവം, ആകാശത്തെ ഉണ്ടാക്കിയൊരു ദൈവം, അതിനെ മാറ്റാനും അവിടത്തേക്ക് കഴിയും. താഴെ ഭൂമിയിലേക്ക് നോക്കണം. പ്രൈസ്തലോ. ഇപ്പോഴുള്ള ഭൂമിയുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്താനും എൻ്റെ ദൈവത്തിന് കഴിയും. സൈഡുകളിലേക്ക് നോക്കണം. പ്രതിസന്ധികളുണ്ട്, പക്ഷേ ആത്മാവിൽ ജീവിക്കുന്ന ഒരു ദൈവപൈതന് ഉയരത്തിൽ നിന്ന് രക്ഷ വരും. അവൻ നീതിമാനായി നിൽക്കും. അങ്ങനെയുള്ളവർ പരാജയപ്പെടത്തില്ല. ഭൂമിക്ക് എന്ത് ഭവിച്ചാലും സൃഷ്ടിതാവ് ചെയ്യേണ്ട പ്രവൃത്തി സൃഷ്ടിതാവ് ചെയ്യും. പക്ഷേ നീതിയെ പിന്തുടർന്ന ഹൃദയം ദൈവത്തിങ്കലേക്ക് തിരിച്ച തൻ്റെ ജനത്തോടാണ് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്. മറ്റിടത്ത് നിങ്ങളുടെ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുകയും ഇവയെ സൃഷ്ടിച്ചതാര്? സംഖ്യാക്രമത്തിൽ നക്ഷത്രങ്ങളെ അതിൻ്റെ ഭ്രമണപഥം തെറ്റാതെ നടത്തുന്ന ഒരു ദൈവം നിങ്ങളെ നടത്തുകയില്ലേ? നിങ്ങളുടെ ന്യായം കാണാതിരിക്കുമോ? നിങ്ങളെ മറന്നു കളയുമോ? യാക്കോബ് ചോദിക്കും, ദൈവമേ എൻ്റെ ന്യായം കാണുന്നില്ലേ? അവിടെയാണ് ദൈവം പറയില്ല, മേലോട്ട് കണ്ണ് ഉയർത്തുവിൻ. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണാകാശത്തിലേക്ക് ഉയർത്തുവീൻ. അതിലെ നിവാസികളൊക്കെ തകർന്നു പോകുമ്പോൾ ദൈവഹിതമില്ലാതെ നടക്കുന്ന സകല ശക്തികളും സകല വെല്ലുവിളികളും തകർന്നു പോകും. കൊതുച്ചാകുന്നത് പോലെ അവർ പറയും, ഞങ്ങൾക്ക് ആരോഗ്യമുണ്ട്, ഞങ്ങൾക്ക് ബലമുണ്ട്, ഞങ്ങൾക്ക് ശക്തിയുണ്ട്, ഞങ്ങൾക്ക് പണമുണ്ട്, ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും, ഞങ്ങൾ ഇന്നത് പ്രവർത്തിക്കും, ഞങ്ങളെ തടയാൻ ആര് എന്ന് ചോദിക്കുമ്പോൾ കേവലം ഒരു കൊതുകിച്ചാകുന്നത് പോലെ അതൊക്കെ ചത്ത ഇല്ലാതാകുമ്പോൾ നമ്മൾ ചിന്തിപ്പിച്ച വാക്യത്തിൻ്റെ ആഴം, എന്നാൽ എൻ്റെ രക്ഷ എന്നേക്കും ഇരിക്കും. തൻ്റെ ജനത്തെ ദൈവം സ്ഥിരമായി നിന്ന് രക്ഷ കണ്ടുകൊള്ളത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ സ്ഥിരമായി നിന്ന് ദൈവം നിങ്ങൾക്ക് നൽകുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. എന്നാൽ ഫറവോൻ്റെ ശക്തികൾ തൻ്റെ ജനത്തെ തകർത്ത് കളയാൻ നോക്കിയപ്പോൾ കൊതുക് വെള്ളത്തിൽ ചത്ത വീണ് പൊങ്ങിക്കിടക്കുന്നത് പോലെ ഫറവോനും അവൻ്റെ ശക്തികളും ചെങ്കടലിൽ ഇല്ലാതായിപ്പോയി. തൻ്റെ ജനം ഉറച്ചു നിന്ന് ദൈവം ഒരുക്കിയ രക്ഷ കണ്ടെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നീയും നിൻ്റെ കുടുംബവും നിൻ്റെ തലമുറകളും അഭിഷക്തന്മാരെ നിങ്ങളുടെ മിനിസ്ട്രിയിലും ദൈവത്തിൻ്റെ രക്ഷ എന്നേക്കും ഇരിക്കുന്നതാണ്. തലമുറയുള്ളതാണ്. എന്നിട്ട് പറയുന്നു, ദൈവം പറയും, എൻ്റെ നീതിക്ക് നീക്കം വരികയില്ല. നീതി നഷ്ടപ്പെട്ട ആരെങ്കിലും, ന്യായം കിട്ടാതിരിക്കുന്ന ആരെങ്കിലും, കർത്താവേ ആരും എന്നെ അറിയുന്നില്ല, എന്നെ കാണുന്നില്ല, എൻ്റെ വഴി മറഞ്ഞിരിക്കുകയാണോ, എവിടെ വാഗ്ദത്തങ്ങളെന്നൊക്കെ ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, ദൈവത്തിൻ്റെ നീതിക്ക് ഒരു കാലഘട്ടത്തിലും മാറ്റം വരികയില്ല. ദൈവം നീതിയോടെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ ദൈവം വേഗത്തിൽ നിങ്ങളുടെ കരത്തിൽ തരും. നീതിമാനായ ദൈവം വിളിച്ചു പറയുന്നു, നിങ്ങൾ ദുഷ്ടശക്തികളുടെ കൂട്ടുകെട്ടുകളെയും അവരുടെ നിന്ദയെയും അവരുടെ അപമാനത്തെയും അവരുടെ ചോദ്യങ്ങളെയും ഭയപ്പെടരുത്. അടുത്ത വാക്യം അതാണ് നമ്മൾ ചിന്തിച്ചത് കേട്ടോ. നിങ്ങളുടെ ദൈവം ആരാന്നറിയാമോ? നിങ്ങളുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹൃദയത്തിൽ
ദൈവത്തിൻ്റെ ന്യായപ്രമാണമുള്ള ജനമേ എന്ന് പറഞ്ഞിട്ടാണ്. ദൈവത്തിൻ്റെ വാക്ക് ശ്രദ്ധിപ്പീൻ, അവിടുത്തെ വാക്ക് കേൾപ്പീൻ. നിങ്ങൾ ദുഷ്ടശക്തികളുടെ നിന്ദകളെ ഭയപ്പെടരുത്. നിങ്ങൾ ദൈവത്തിങ്കലേക്ക് നോക്കുവീൻ. നിങ്ങളുടെ രക്ഷയും നിങ്ങളുടെ നീതിയും നിങ്ങളുടെ ന്യായവും ഉയരത്തിൽ നിന്നാണ് വരുന്നത്. ലോകം നിങ്ങളെ വിടക്കെന്ന് പറയും, തള്ളിക്കളയും, കുറ്റം പറയും. നിങ്ങൾക്കെതിരെ നിന്ദയുടെ അപമാനത്തിൻ്റെ വാക്കുകൾ കൂരമ്പുകൾ പോലെ തൊടുത്തുവിടും. പക്ഷേ ഉയരത്തിലേക്ക് നോക്കാൻ തയ്യാറാകുമെങ്കിൽ ഉയരത്തിലെ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടുത്തി കരുത്തോടെ ഇതിൻ്റെ നടുവിൽ ഇതിനെ ജയിക്കാനുള്ള ആത്മബലം പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളുടെ മേലും നിങ്ങളുടെ സന്താനങ്ങളുടെ മേലും ദൈവസഭകളുടെ മേലും കൈമാറുന്ന പകൽക്കാലമാണ്. ദൈവത്തിൻ്റെ രക്ഷ സ്ഥിരമായിരിക്കും. ഒരു ദിവസം രക്ഷിച്ചിട്ട് അടുത്ത ദിവസം മൗനമായിരിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. സ്ഥിരമായി ചില ദൈവപ്രവൃത്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ വെളിപ്പെടുക. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ക്ഷീണകളും മന്ദതകളും മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വലിയ മിറക്കിൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവാത്മാവിൻ്റെ മഹത്വമുള്ള ഭുജം ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെട്ടു വരട്ടെ. അന്ധകാര വെല്ലുവിളികൾ തകരട്ടെ. സ്വർഗത്തിലും ഭൂമിക്കും സകലവിധ അധികാരം ലഭിച്ച വാഴ്ത്തപ്പെട്ട കർത്താവ്, അങ്ങയുടെ കൃപയും അങ്ങയുടെ കരുണയും അങ്ങയുടെ കരുതലുകളും ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തി അസാധ്യങ്ങൾ സാധ്യമാകട്ടെ. ദൈവശക്തിയുടെ ആഴങ്ങൾ ഇന്ന് പകൽ വെളിപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൂടെയിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തകർച്ചകൾ മാറട്ടെ. ഞങ്ങൾക്ക് സ്ഥിരമായി നൽകുന്ന ചില രക്ഷകൾ, വിടുതലുകൾ, സൗഖ്യം, ബലം, അടഞ്ഞ വാതിൽ തുറക്കുന്നത് ഒക്കെ ഇന്ന് പകൽ ഞങ്ങൾ ആത്മാവിൽ ദർശിക്കുന്നു. ജനമാത്മശക്തിയോടെ പുറത്തു വരട്ടെ. ഓരോ തലമുറകൾ ദൈവത്തിന് വേണ്ടി നിൽക്കട്ടെ. ഒരു സമൂഹം ആത്മാവിൽ ആരാധിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. സകല തടസ്സങ്ങളെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ വരുന്നു, ഞങ്ങൾക്ക് നീതി വരുന്നു. മനുഷ്യരുടെ നിന്ദകളെ, ചോദ്യങ്ങളെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ശ്രേഷ്ഠകരമായ പന്താവുകൾക്കായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ, ബലത്തോടെ, നിയോഗത്തോടെ, അധികാരത്തോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ ദൈവം വലിയവൻ, നമ്മുടെ ദൈവം ഉന്നതൻ, നമ്മുടെ ദൈവം സർവശക്തൻ. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.